ഹലോ. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ തക്കോട്ടി എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് കഴിഞ്ഞ ആൾ പിന്നെ അകത്ത് വന്ന് കിടന്നപ്പോൾ കാണും ഞാൻ ഓർത്തത് വീഡിയോ എടുക്കാമെന്ന്. അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കണേന് മര്യാദയ്ക്ക്. അപ്പോൾ എന്നോട് പറഞ്ഞു അമ്മ കൊട്ടപ്പുറത്ത് കയറ്റാൻ പറഞ്ഞു. കൊട്ടപ്പുറം കയറ്റി പുറത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ മിറ്റമൊക്കെ രാവിലെ ഞാൻ അടിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് മിറ്റമൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് തക്കുട്ടിയാണെങ്കിൽ പപ്പിയുടെ അടുത്തുനിന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഞാൻ വഴക്കിട്ടിട്ടൊന്നും മഞ്ഞില്ല, അവിടെ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. എത്ര പറഞ്ഞാലും കേൾക്കില്ല. പപ്പിയുടെ മാന്തൊക്കെ കൊണ്ടിട്ട് പോകാൻ പറഞ്ഞായിരുന്നു അവൻ അനുസരിക്കില്ല. പപ്പിയുടെ കൂടെ കളിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചായ വെക്കാൻ വേണ്ടി പോയാണ്. പാൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പാൽ ചായന് പാൽ തിളപ്പിക്കാനായിട്ട് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ് അതിലേക്ക് ഞാനും തക്കുട്ടിയും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചേർക്കണുള്ളൂ. അങ്ങനെ പാൽ തിളക്കാൻ വേണ്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. പിന്നെ തേയിലയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ. ഞാനിങ്ങനെയാണ് ചായ വെക്കാറുള്ളത്. അപ്പോൾ അതേ ചായയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചായ തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് പോയി. പിന്നെ കഞ്ഞിയൊക്കെ വെക്കാമെന്ന് ഓർത്ത് പുറത്ത് അടുപ്പിലാണ് കഞ്ഞി വെക്കണത്. അപ്പം തക്കൂട്ടി ഇതൊക്കെ കീറിയാണ് ഞാൻ അടുപ്പിൽ വെക്കാറുള്ളത്. അത് ഞാൻ കീറി അതെടുത്തിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കഞ്ഞിക്കുള്ള വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ചായക്ക് മധുരിടാൻ നോക്കിയപ്പോൾ പഞ്ചസാര ഇല്ലായിരുന്നു. പഞ്ചസാര തീർന്നിരിക്കുകയായിരുന്നു. അതിനുള്ള പഞ്ചസാര കൊട്ടി അതിലേക്ക് ഇട്ടിട്ടുണ്ട്. തക്കുട്ടിക്കാണ് ഈ ഗ്ലാസ്സിൽ ചായ എടുത്തേക്കണത്. അത് കഴിഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി പോകണം. ഒരു ഗ്ലാസ് ചായ കുടിക്കാമല്ലാന്ന് ഓർത്ത് ചായ കുടിക്കണേണ്. പാൽ വാങ്ങിയ കാരണം ഇന്ന് കട്ടൻ ചായ ഒന്നും തിളപ്പിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പാൽ ചായയും ബ്രെഡ് ഇരിപ്പുണ്ടായിരുന്നു. ഒരു കഷ്ണം ഒരു ബ്രെഡ് കൊടുത്ത് കഴിച്ചു കേട്ടോ. അത് കഴിഞ്ഞ് അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പോൾ കഞ്ഞി അരി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അരിയിട്ട് കഴിഞ്ഞ് അതൊന്ന് ഇളക്കി വെക്കാൻ വേണ്ടി വന്നതാണ്. തീയും ഒന്ന് നോക്കണമായിരുന്നു. അങ്ങനെ പുറത്തേക്ക് വന്ന് അത് കഴിഞ്ഞ് വീണ്ടും അകത്തേക്ക് വന്ന് തലേ ദിവസത്തെ ചാളക്കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞ് തക്കൂട്ടിനെ കുളിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തക്കൂട്ടിനെ വീഡിയോ എടുത്ത് തക്കൂട്ടിക്ക് ഭയങ്കര നാണം. അത് കഴിഞ്ഞപ്പോൾ തുണിയൊക്കെ മുക്കാനുണ്ടായിരുന്നു. അലക്കാനായിട്ട് ഞാൻ സോപ്പ് പൊടിയൊക്കെ ഇട്ട് തുണിയൊക്കെ കുറച്ച് നേരം മുക്കി വെക്കാമെന്ന് ഓർത്ത് അങ്ങനെ മുക്കാൻ വേണ്ടി വന്നപ്പോൾ തക്കൂട്ടിയാണ് തുണിയൊക്കെ എടുത്ത് തരാമെന്നും പറഞ്ഞ് വന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ അവൻ തുണിയൊക്കെ എടുത്ത് തരാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ആൾക്ക് ഞാൻ ഫോൺ അവിടെ വെച്ചേക്കേണ്ട അതിലിട്ടൊരു തോട്ടം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വഴക്കിട്ട് കാരണം മാറിപ്പോയി കേട്ടോ. പിന്നെ തുണിയൊക്കെ കുറച്ച് മുക്കി വെച്ചിട്ടുണ്ട്. ഓരോന്ന് പറയുന്നത് ചേട്ടൻ്റെ ഷർട്ടാണ് കൂടുതൽ അതിലുള്ളത്. കുഞ്ഞാപ്പിയുടെ അവനും അച്ഛനും മാറി മാറി എപ്പോഴും ഇട്ടുകൊണ്ടിരിക്കും ഡ്രസ്സ്. അത് കാരണം ഒരുപാടുണ്ടാവും. തക്കൂട്ടിയാണെങ്കിൽ മണ്ണിൽ കിടന്ന് നിരങ്ങി കളിക്കാനില്ല. അത് കാരണം അതിൽ നിറച്ചഴുക്കായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ കഞ്ഞിയൊക്കെ വെന്തിട്ടുണ്ടായിരുന്നു. അരിയായി ചോറായി. അത് കഴിഞ്ഞ് ഞാനതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് വാർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചോറ് വാർത്ത് പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പാത്രമുണ്ട് കഴുകാനായിട്ട്. അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി കഴിഞ്ഞപ്പോഴത്തേക്കും തക്കൂട്ടി ഇടയിൽ നിന്ന് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ തക്കൂട്ടിയുടെ വീഡിയോ എടുത്ത് തക്കൂട്ടി ഓടിയത്. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് നമ്മുടെ ഇവിടെ വീടിനടുത്തുനിന്ന് ചെമ്മീൻ എടുക്കും. കുറച്ച് ചെമ്മീൻ എടുത്തിട്ട് ഞാനത് പൊളിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവരുടെ അടുത്തേക്ക് പോവുകയാണ്, അവർ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ തക്കൂട്ടി എന്നോട് പറഞ്ഞു അമ്മ എനിക്ക് സ്പ്രിൻ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കടയിൽ പോയി സ്പ്രിൻ്റൊക്കെ വാങ്ങി അതുവഴി ഇപ്പോൾ അവർ വീട്ടിൽ നിന്ന് ചെമ്മീൻ എടുത്തിട്ടുണ്ടാണ് വന്നത്. അപ്പോൾ 2 സ്പ്രിൻ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്ക് തക്കൂട്ടിക്ക് നല്ല ചൂടല്ലേ, വെയിലായത് കാരണം എനിക്ക് ഭയങ്കര ദാഹം ഉണ്ടായിരുന്നു. പാടത്തിൻ്റെ അവിടെ കൂടി നല്ല വെയിലൊക്കെ കൊണ്ടാണ് ഞാൻ വന്നത്. തലക്കിട്ട് തന്നെ ശരിക്കും കൊണ്ടുപോയി. അത് കാരണം ഭയങ്കര ക്ഷീണം. അത് കഴിഞ്ഞ് കോഴിയുണ്ട്. കോഴിക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ അവർക്ക് കുറച്ച് അരിയും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. തക്കൂട്ടി ഇട്ട് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വന്ന കേട്ടോ. ഞാൻ പറഞ്ഞു ഈ പൂവൻ കൊത്തുമെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച കാരണം പിന്നെ ആൾ വന്നിട്ടില്ല. ആൾക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതൊക്കെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് വരാനത് ഭയങ്കര ഇൻട്രസ്റ്റാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കണേണ്. അപ്പം ഞാൻ ചെമ്മീൻ കിള്ളാൻ വേണ്ടി പോവുകയാണ്. അപ്പം ഞാൻ പുറത്തേക്ക് വന്ന സമയം കൊണ്ട് പുള്ളി ഇതൊക്കെ ഒപ്പിച്ച് വെച്ചേക്കാണ് ഇവിടെ.
അപ്പോൾ ഞാൻ പറഞ്ഞ തക്കുട്ടിയുടെ വികൃതി കാട്ടുന്ന വീഡിയോ ഒന്ന് എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആൾക്ക് നാണം വന്ന് മുഖമൊക്കെ പൊത്തി പിടിച്ചിട്ടിരിക്കണേന്. അത് കഴിഞ്ഞ് പിന്നെ പപ്പിക്കൊന്നും കൊടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പപ്പിക്കൊന്നും കൊടുക്കാൻ കാരണം പപ്പിക്ക് ചോറുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ഞാൻ രാവിലെ തന്നെ വേവിച്ച ചോറ് അവൾക്ക് തലേ ദിവസത്തെ ആ കറിയും കൂട്ടി പപ്പിക്ക് എടുത്ത് കൊടുത്തേ. തക്കൂട്ടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എടുത്തുകൊണ്ട് കൊടുത്തു കേട്ടോ. എപ്പോഴും ഉള്ള പരിപാടി കാല് കൊണ്ടേ അവൾക്ക് ചോറ് നീക്കി വെച്ച് കൊടുക്കുള്ളൂ. അപ്പം ഞാൻ വഴക്കിടും, പിന്നെ നോക്കും. അത് കഴിഞ്ഞതേ ഞാൻ ചെമ്മീൻ കിള്ളാൻ വേണ്ടി ഇരിക്കാൻ പോവുകയാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കണില്ല എന്ന് ഓർത്തിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പം അതിൽ ഒന്നും തോന്നാറില്ല എനിക്ക്. നമ്മളെന്ത് ജോലി ചെയ്താലും അതിൽ നമ്മൾ സന്തോഷപ്പെടണം, തൃപ്തിയാകണം, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യം പഠിച്ചിട്ടൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ എന്ത് ജോലി ചെയ്താലും നമുക്കതിൽ സന്തോഷം കണ്ടെത്തണം, അത്രേ ഉള്ളൂ. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ അവരുടെ വീട്ടിൽ പോയി. ഇപ്പോൾ കൊച്ചിനായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ എന്ന് ഓർത്ത് ജസ്റ്റ് നമുക്ക് അവൻ്റെ കാര്യം ശ്രദ്ധിക്കാതെ നമുക്ക് വേറൊരു കാര്യത്തിലേക്കും പോകാൻ പറ്റിയല്ല. കാരണം അവൻ്റെ കാര്യം കഴിഞ്ഞു. അപ്പോൾ അവൻ്റെ ഇതിന് പറ്റണ ഒരു ഇതായിട്ട് ഞാൻ നോക്കിയിട്ട് വീടിനടുത്ത് തന്നെയാണിത്. പെട്ടെന്ന് തന്നെ പോയി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാം, അങ്ങനെ കരുതിയിട്ടാണ് ഇത് ചെയ്യണത്. അതെ, അന്ന് കുറച്ചേ ഉണ്ടായിരുന്നു, 2-3 ദിവസമായിട്ടോ വീഡിയോ എടുത്തിട്ട്. ഇനിയിപ്പോൾ ഇതേ തക്കൂട്ടി അവിടെ എൻ്റെ അടുത്ത് വന്നിരിക്കും. എന്നിട്ട് ഞാനൊരു പായൊക്കെ ഇട്ട് കൊടുത്ത് അവിടെ വന്നിരിക്കുകയാണ് ആൾ. മിഠായി കഴിച്ചിട്ടിരിക്കുക. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇപ്പോൾ ചെമ്മീനൊക്കെ കിള്ളി കൊടുത്ത് കഴിഞ്ഞു കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഇപ്പോൾ ചോറ് കഴിച്ച് ഇപ്പോൾ തക്കൂട്ടിയുടെ തക്കൂട്ടിയോട് ഞാൻ വിളിച്ച് പിന്നെ പാടായി. എഴുന്നേക്ക് വാവ ചോറ് കഴിക്കാം വാവാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് വീഡിയോ എടുക്കണമായിരുന്നു കേട്ടോ. ചില ടൈമിന് അമ്മ വീഡിയോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് ഓടി വരും, ചില ടൈമിന് നാണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ചോറ് കഴിച്ച്. തക്കുട്ടി മീൻ മാത്രമേ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് കാരണം ബിസ്ക്കറ്റ് എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ വഴക്കിട്ട്. അത് കഴിഞ്ഞത് ഞാൻ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കുളിക്കാൻ വേണ്ടി കുറച്ച് എണ്ണയൊക്കെ തേക്കാൻ ഓർത്ത്, മുടിയൊക്കെ വെറുതെ അറമ്പായിരിക്കുകയാണ്. അത് കാരണം എണ്ണ തേച്ച് കുളിക്കാൻ ഓർത്ത്. എണ്ണയൊക്കെ കയറണമെങ്കിൽ ഇത്തിരി പാടാണ് എൻ്റെ മുടിയിലേക്ക്. അതെ, അങ്ങനെയൊക്കെ ചെയ്ത് തേച്ചൊക്കെ പിടിപ്പിച്ച് അതിൻ്റെ കുളിക്കാൻ വേണ്ടി പോകുന്നു. കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇച്ചിരി ഫിൽറ്റർ കൂട്ടിയിട്ടെടുത്താണ് കേട്ടോ. ഇത്തിരി മെനയായിക്കോട്ടല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞതേ അന്നേരം മുക്കി വെച്ച തുണി ഇപ്പോഴാണ് കഴുകാൻ ടൈം കിട്ടിയത് കേട്ടോ. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അതേ തുണിയൊക്കെ കഴുകാൻ വേണ്ടി ഇപ്പോൾ തക്കൂട്ടി അവിടെ വന്ന് കയറിയിരുന്നു. ഞാൻ വഴക്കിട്ട് ഓടിച്ച കാരണം പോയി കേട്ടോ. അതിന് അമ്മയും ഞാൻ ഫോണ് മറിച്ചിടുമോ എന്നൊക്കെ പറഞ്ഞ് എന്നെ പേടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു മറിച്ചിടല്ലേ അമ്മയുടെ പൊന്നല്ലേ എന്നൊക്കെ പറഞ്ഞ് ആളെ സോപ്പിട്ട്. അത് കാരണം ആൾ ഓടി അവിടെ മാറി നിന്ന് കേട്ടോ. അങ്ങനെ തുണിയൊക്കെ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തക്കൂട്ടിൻ്റെ അച്ചായയുടെയാണ് കേട്ടോ കൂടുതൽ ഡ്രസ്സുള്ളത്. അത് കാരണം ഞാൻ ഇടുന്ന അന്നത്തെ ഡ്രസ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവർ രണ്ടുപേരും ഒരു ദിവസം 2-3 എണ്ണം വെച്ച് മാറണ കാരണം അത് കാരണം ഒരുപാട് തുണിയുണ്ടാകും കേട്ടോ കഴുകാൻ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ട് പിന്നെയും വന്ന് വീഡിയോ എടുക്കണേ കേട്ടോ. കുറേ തുണിയുണ്ട് കേട്ടോ കഴുകാൻ. അങ്ങനെ അത് വെട്ടയില്ലാത്ത എന്താണെന്നറിയാം, അവിടെ വെയിലടിക്കുന്നുണ്ട് നല്ല രീതിയിൽ. ആ ടൈമിന് അവിടെ വെയിൽ വന്ന കാരണമാണ് ആ ഒരു മങ്ങൽ പോലെ ബ്ലറായിരിക്കണത്. അത് കഴിഞ്ഞ് തുണിയൊക്കെ കഴുകി പിന്നെ ഇനി വിരിക്കാനുള്ള പാടിലാണ്. അപ്പോൾ ഇത് പിന്നെ ലാസ്റ്റ് ഇതും കൂടി അലക്കണതും കൂടി ഒന്ന് എടുത്തേക്കാലാന്ന് വിചാരിച്ച് ഞാൻ അലക്കണത് എടുക്കണുണ്ട് കേട്ടോ. കുഞ്ഞാപ്പീൻ്റെ ഇടയിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പുണ്ട് കേട്ടോ. പുള്ളിയോട് മാറാൻ പറ്റുകൊണ്ട് മാറണില്ല. പുള്ളി അവിടെ നോക്കി നിൽക്കുകയാണ്, അമ്മ എന്തൊക്കെയാണ് ചെയ്യണത്, വട്ടാണോ എന്നൊക്കെ നോക്കിയാണ് നിൽക്കുന്നത്. അതിന് തുണിയൊക്കെ കഴുകി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തുണി ഊരി വിരിക്കാനുള്ള പരിപാടിയിലാണ്. ഞാൻ ചേട്ടൻ്റെ മുണ്ടൊക്കെ എടുത്ത് വിരിക്കുകയാണ്. അപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്ത കാരണം എൻ്റെ മുടി പുറകിലേക്ക് ഒട്ടും ഇല്ലാത്ത പോലെ തോന്നുന്നത്. പക്ഷേ തലയോട്ടിയുടെ അവിടെ നല്ല രീതിയിൽ തിക്കുണ്ട്. പുറകിലേക്ക് വരാൻ നേരത്തുള്ളൂ കുറവായിട്ടാണ് തോന്നുന്നത്. അത് കാരണം ഞാൻ ഇപ്പോഴാണ് സത്യം പറഞ്ഞാൽ എൻ്റെ മുടിയുടെ ഇത് കാണുന്നത്. ഇത്രയും നാൾ സ്ട്രെയിറ്റ് ചെയ്ത് ഞാൻ ബാക്കിലത്തെ ഇതൊന്നും കണ്ടിട്ടില്ല. അങ്ങനെ മിററൊന്നും അങ്ങനെ നോക്കാറില്ല ബാക്കിലേക്ക്. ഇപ്പോഴാണ് ശരിക്കും ഇനി വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഒട്ടും ഇല്ലാത്ത പോലെ ഇരിക്കുന്നത്. വലിയ കഷ്ടമായി പോയി, എന്ത് പറയാനാ. എൻ്റെ തുണിയൊക്കെ വിരിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ചായ കുടിക്കാൻ പോവാണ്. അപ്പം ചായ കട്ടൻ തിളപ്പിച്ച് കഴിഞ്ഞപ്പോൾ തക്കോട്ടിക്ക് പിന്നെ തലേ ദിവസത്തെ അരി കൊണ്ടേ ഉണ്ടായിരുന്നു.
അരി ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഒരെണ്ണം കഴിച്ച്. പക്ഷെ അത് വലിയ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. അത് തണുത്ത പോലെ ഇരുന്ന് വെച്ചത് കാരണം തക്കുട്ടിക്ക് ചില്ല് ഗ്ലാസ്സിൽ കൊടുക്കാമെന്ന് പറഞ്ഞ് തക്കുട്ടിക്ക് ആറ്റി കൊടുക്കണം. അപ്പോൾ തണുത്താലേ പുള്ളിക്ക് കുടിക്കുള്ളൂ, ചൂടാണെങ്കിൽ പുള്ളി കുടിക്കുകയില്ല. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് മഴയുണ്ടായിരുന്നു. ആ ടൈമിന് മഴ പെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ കാറ്റും മഴക്കോളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ തക്കുട്ടിക്ക് പേടിയായി. തക്കുട്ടി അന്നേരം എന്നിട്ട് പറയാം, അമ്മ എനിക്ക് പേടി വരുന്നുണ്ട്, കാറ്റ് വന്നു. ഈ കളി കഴിഞ്ഞപ്പോൾ പുള്ളി ഓടി അകത്ത് കയറി, അമ്മ കാറ്റ് വന്നമ്മേ, കാറ്റിനെ പോകാൻ പറയുമ്പോൾ എനിക്ക് പേടിയാമ്മേ എന്നൊക്കെ പറഞ്ഞ് ആൾ പേടിച്ച് ഇതേ കിടന്നുറങ്ങി. കറണ്ടൊക്കെ പോയായിരുന്ന ടൈമിന് പേടിച്ച് കിടന്നുറങ്ങി. ഇനിയിപ്പോൾ രാത്രിയായപ്പോൾ ചേട്ടൻ വന്ന് ഞാൻ ചേട്ടനും കൂടി ചോറ് കഴിക്കാമെന്ന് പറഞ്ഞ് തക്കുട്ടി ഉറങ്ങി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ടാറ്റാ.